നിങ്ങൾക്ക് ആർക്കും ഇതേപോലെ ഒരു ഒടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ആ ജിജോ തമ്പി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ബ്രോ പൈസ കിട്ടുമെന്നും പറഞ്ഞ് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവരാണ് ഇതേപോലെ പെട്ടുപോകണം. ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ഫ്രാക്ചർ വ്ലോഗ്സ്. ബഡീസേ, ഇന്ന് ഞാൻ ഒരു സങ്കടമായൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ വണ്ടി കഴിഞ്ഞ അടുത്ത് ഇറക്കിയായിരുന്നല്ല. ഇറക്കിയ ടൈമിൽ ഞാൻ ഈ പെയിൻറ്റിങ് ഡിപ്മാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ ഇത്തിരി പെട്രോൾ ഈ പെയിൻറ്റിൽ വീണു. ഇത് നോക്കി വന്നവസ്ഥ. അതുമല്ല, ഈ പെയിൻറ്റിന് എൻ്റെ നിന്ന് മേടിച്ച റേറ്റ് നിങ്ങളുടെ കിളി പോകും. എന്ന് വെച്ചാൽ ഞാനാകെ ഒരു 1 2 3 4 5 7 പീസ്, അതായത് ചെറിയ 7 പീസ് സാധനങ്ങളെ പെയിൻ്റ് അടിക്കാൻ കൊടുത്തുള്ളൂ. ദശ ഉണ്ടായിരുന്നെങ്കിൽ ദശ വല്ല തെറിയും പറഞ്ഞാൽ അമ്മാതിരി ഇതാണ് അവർ എൻ്റെ അടുത്ത് കാണിച്ചേക്കണം. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ ടാങ്ക് അടിക്കാൻ വേണ്ടി അവന്മാർ 7000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. പോട്ടെ, ഈ റിമ്മ് ഞാൻ ടയർ ഇട്ട് കൊടുത്താണെന്ന് വെച്ചാൽ റിമ്മ് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ സ്ക്രാച്ചസും കാര്യങ്ങളും ആവും എന്ന് പറഞ്ഞുകൊണ്ട് ടയർ ഇട്ട് കൊടുത്തിട്ട് അവന്മാർ ടയർ അഴിച്ചിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ അത് സെറ്റ് ചെയ്ത് തന്നോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത് കൊടുത്ത് അന്ന് നോക്കി സെറ്റ് ചെയ്ത് തന്നാൽ മതി. എന്നിട്ട് തിരിച്ച് റിമ്മ് മാത്രം തന്നു കിട്ടും. ലാസ്റ്റ് അത് ഞാൻ വേറെ സ്ഥലത്ത് കൊടുത്ത് ടയർ ഇടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ സ്ക്രാച്ച്. ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് രണ്ടാമത് ചെയ്തു തന്നെ, അതായത് നിങ്ങൾ കാരണമാണ് ആ ടയർ. അപ്പോൾ അത് ചെയ്തു തരാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ അന്നത് വിട്ടേക്കാം എന്നോർത്ത് ഇന്ന് ഞാനത് ഒരു പെട്രോള് ഒഴിക്കുന്ന ടൈമിൽ ഇത്തിരി പെട്രോൾ ഇവിടെ വേണം. അതെ, പെയിൻറ്റിൻ്റെ ക്വാളിറ്റി നോക്കി. ഈ ടാങ്ക് അടിക്കാൻ മേടിച്ചത് 7000 രൂപ. ഈ 7000 രൂപയുടെ ക്വാളിറ്റി. ഞാനപ്പോൾ ഇത് വേറെ ആൾക്കാരോട് 23,000 രൂപ പെയിൻറ്റിങ്ങിന് പറഞ്ഞപ്പോൾ എന്തിനാണ് നീ അവിടെ കൊണ്ടുപോയി പെയിൻ്റ് അടിച്ചത്? ഞാൻ പറയട്ടെ, കുറേ മണ്ടന്മാരുണ്ട് അവിടെ പോയി പെയിൻ്റ് അടിക്കുന്ന കുറേ ഞാൻ അതിൽ മണ്ടനാണെന്ന് വെച്ചാൽ പൈസ ഇത്ര പോകും. ഞാൻ ആദ്യം ചോദിച്ചാണ് എത്ര രൂപയും, പൈസ എത്രയും ബ്രോ, അതനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു സീനില്ല, അത് നമുക്ക് ചെയ്യാം, അത് റേറ്റ് പറയാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാർക്ക് 23,000 രൂപ. പിന്നെ അത് ഒരു പ്രശ്നം നോക്കണ്ടല്ലോ എന്ന് വെച്ച് ചെയ്ത്. ഞാൻ ഈ ഡിപ്മാനിൽ പോകാൻ തന്നെ കാരണം ഈ ജോജി തമ്പി, അങ്ങനെ എന്തോ ജിജോ തമ്പി എന്ന് പറഞ്ഞ ഒരാളില്ല, അയാളുടെ പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ പോകണം. ഇത്ര ഒരു റീച്ചുള്ള ആളാണല്ലോ, അപ്പോൾ അതേപോലത്തെ ഒരു ക്വാളിറ്റി പ്രൊമോഷൻ ആയിരിക്കും അയാൾ ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ ഞാൻ ഈ ജോജി തമ്പി ആ ബ്രോക്ക് ഇത് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ പൈസ കിട്ടുമെന്നും പറഞ്ഞ് ഇതേപോലെ പ്രൊമോട്ട് ചെയ്യല്ലേ. ഇതിനും വേസ്റ്റ് ആയിട്ടുള്ളൊരു ഷോപ്പ് വേറില്ല. അതും കസ്റ്റമറിനോട് പെരുമാറുന്നതും ഇതും എല്ലാം ഷോണ് ബ്രോ ഈ പ്രൊമോട്ട് ചെയ്തേക്കണത് ആദ്യം ഒന്ന് നോക്കണം ഒരു സ്ഥലത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ, എന്നിട്ട് വേണം ഇതേപോലെ പ്രൊമോട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഇതേപോലത്തെ പണികൾ കിട്ടും. ഇത് കണ്ട ബ്രോ തന്നെ നോക്കും, പെയിൻറ്റ് ഡിപ്മാൻ മറ്റേ കുറേ ആൾക്കാർ പ്രൊമോട്ട് ചെയ്ത് ചിലപ്പോൾ ആ ഒരു സ്ഥാപനം ഇതായിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും കംപ്ലൈൻറ്റ് പറയണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഇത് അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഓണർ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അവിടെയുള്ള മാനേജറിനോട് ഞാൻ ഈ കാര്യം പറയാൻ വിളിച്ച്. അപ്പോൾ അവിടുത്തെ പയ്യൻ പറഞ്ഞു ആ മാനേജർ പണി നിർത്തി അവിടെ. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതേപോലെ കംപ്ലൈൻറ്റ് റിട്ടേൺ വന്നപ്പോൾ അവരോട് ഇങ്ങനെ പറയാൻ, അത് ഫോൺ അറ്റൻഡ് ചെയ്യേണ്ട സീനില്ല. രണ്ടാമത് ആൾക്കാർ വന്നു തുടങ്ങിയപ്പോൾ ഇതുപോലെ കുറേ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഡിപ്മാനിൽ കൊടുത്ത് ഇതേപോലെ ഒട്ടി കിട്ടിയേക്കണ ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ കമൻറ്റ് ചെയ്യണം. ഇതിനു വേണ്ടി ഞാൻ ഇതെന്തായാലും കേസ് കൊടുക്കാൻ പോകണമാണ്. ഈ പെയിൻറ്റിങ്ങിന് എനിക്ക് കിട്ടിയ പണിക്ക് എന്തായാലും ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകണേ. എന്താണെന്ന് വെച്ചാൽ അവർ അതിൻ്റെ ഓണറിനെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കണല്ലോ. ഒന്നില്ലെങ്കിൽ എനിക്കിതിന് റീഫണ്ട് ചെയ്യണം. എനിക്കെന്തായാലും ഞാൻ ഇവിടെ ഇത് ചെയ്യൂല, അവിടെ എന്തായാലും ഞാൻ പെയിൻ്റ് അടിക്കാൻ കൊടുക്കൂല. എന്താ വെച്ചാൽ വേറെ ആൾക്കാർ പറഞ്ഞത് 6,000 രൂപയുടെ പെയിൻറ്റിങ്ങുള്ളൂ, ഇവന്മാർ 23,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചേക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ബില്ലില്ലേ, പെയിൻ്റ് അടിച്ചതിൻ്റെ നിങ്ങൾ ആ ബില്ല് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ബില്ല് അത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വലിപ്പിച്ച് ഇപ്പോൾ 1 മാസമായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇതേപോലത്തെ ഒരു അനുഭവം ഡിപ്മാനിൽ ഈ ജിജോ തമ്പി ആരുടെയെന്ന് വെച്ചാൽ പ്രൊമോഷൻ വീഡിയോ കണ്ട് നിങ്ങൾ പോയി ഒട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ബഡീസേ
എന്തായാലും അതിനെതിരെ പ്രതികരിക്കണം, അല്ലാതെ ഇതേപോലെ മാറി നിന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കിട്ട് കിട്ടിയ ഒടിക്ക് എന്തായാലും ഞാൻ കേസ് കൊടുത്തിരിക്കും. എനിക്കെന്തായാലും ഇതിനുള്ള റൈറ്റ്സ് വേണം. അല്ലാതെ എനിക്ക് ഈ മറ്റേ അവന്മാരെ പോലെ പറ്റിച്ചുണ്ടാക്കിയ പൈസ അല്ല എൻ്റെ കയ്യിൽ, പണിയെടുത്തുണ്ടാക്കിയ പൈസയാണ്. അതുകൊണ്ട് എന്തായാലും എനിക്ക് ഇതിനുള്ള റൈറ്റ്സ് വേണം. അത് ഞാൻ ഇപ്പോൾ അവന്മാരോട് ചെന്ന് ചോദിക്കും ഇത് കാര്യം ഒന്ന് ഡീൽ ചെയ്യുമോ. അത് കഴിഞ്ഞിട്ട് അവന്മാരുടെ റിയാക്ഷൻ വെച്ച് ഞാൻ എന്തായാലും ഇതിനെതിരെ ഇത് കൊടുക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഒരു ഒടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ആ ജിജോ തമ്പി എന്ന് പറഞ്ഞ പുള്ളിക്ക് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ബ്രോ പൈസ കിട്ടും എന്നും പറഞ്ഞ് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവരാണ് ഇതേപോലെ പെട്ടുപോകുന്നത്. പിന്നെ പൈസ ഉള്ളവർക്കെന്ന് വെച്ചാൽ ഇവന്മാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ഇപ്പോൾ എൻ്റെ ഈ ഫീസ് പോയില്ലേ 1800 രൂപയാണ്. അവന്മാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 1800 രൂപയും കൂടി കൂട്ടി അവന്മാർക്ക് എഴുതും. നമ്മളെപ്പോലെയുള്ളവരെന്ന് വെച്ചാൽ എന്തൊക്കെ അതായി ഇതായി എന്നൊക്കെ ചോദിച്ച് റേറ്റ് കാര്യങ്ങളും ചോദിക്കും. പൈസ ഉള്ളവർ അത് ചോദിക്കൂല. അങ്ങനെയുള്ള മണ്ടന്മാരാണ് അവരുടെ. പിന്നെ പൈസ പൂത്തിരിക്കണതാണ്, അതുകൊണ്ട് സീനില്ല. എന്നാലും പറയണേണ് പെടും. പാവപ്പെട്ടവരെന്ന് വെച്ചാൽ ആഗ്രഹം കൊണ്ട് അവിടെ പെയിൻ്റ് അടിക്കാൻ മറ്റേതാണെന്നും പറഞ്ഞ് പോണവർ, അല്ലെങ്കിൽ ആ റീല് കണ്ടവർ, അല്ലെങ്കിൽ ഇയാളുടെ പ്രൊമോഷൻ വീഡിയോ കണ്ടവർ പോയി പണി മേടിക്കുള്ളൂ. എല്ലാ കാര്യം പറയാം, എന്നെപ്പോലെ പണി മേടിക്കുള്ളൂ. അവന്മാർ തിരിഞ്ഞ് നോക്കൂല. അതുകൊണ്ട് ബഡീസെ, നിങ്ങൾ ആ ഡിപ്മാൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ ആരും പോകരുതെന്നേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒടി കിട്ടിയിരിക്കും. എന്നുവെച്ചാൽ ഇവന്മാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ല ആ ഷോപ്പ് ഇട്ടേക്കണം. പൈസക്ക് വേണ്ടി മാത്രം. അതായത് ഒരു റിം അടിക്കാൻ 4000 രൂപ, മറ്റേത് എന്ത് വെച്ചാൽ അവന്മാർ അടിക്കണേന്നാവും. അന്ന് അടിച്ചു, ഓക്കെ ആ പൈസ പോട്ടെ, എൻ്റെ കയ്യിൽ നിന്ന് പോട്ടെ എന്ന് ഓർത്താണ് ഞാൻ നിന്നത്. പക്ഷേ കിട്ടിയ ഒടി കണ്ട. അതുകൊണ്ട് ഞാനൊന്ന് പോയി അവിടെ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ ഇതിന് കേസിന് പോകും. അപ്പോൾ ബഡീസെ, നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതിന് ഇങ്ങനത്തെ ഒരു ഒടി കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം. ബഡീസെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ക്ലോസ് ചെയ്യാനാണ്. ഓക്കെ, ബൈ. എൻ്റെ ഈ സൈഡിലെ കിറ്റ് കണ്ട, ഈ സൈഡിലെ കിറ്റ് കണ്ട, ഒരെണ്ണം ഞാൻ മേടിച്ചു കൊടുത്ത്, ഒരെണ്ണം പെയിൻറ്റിങ്ങിന് കൊടുത്ത്. പെയിൻറ്റിങ്ങിന് കൊടുത്തിട്ട് അവന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരെണ്ണം മിസ്സായിപ്പോയി അവിടെ. ഞാൻ പറഞ്ഞു എനിക്കെന്നാൽ ഇത് എനിക്ക് ഈ സാധനം ത്തിൻ്റെ പേയ്മെൻറ്റ് ഞാൻ വേറെ മേടിച്ചോളാം. അങ്ങനെപ്പോൾ ഇല്ല, ഞാൻ വേറെ ഇത് ചെയ്തിട്ട് ഞാൻ ബ്രോക്ക് വേറെ ഇത് സെറ്റ് ചെയ്ത് തരാം, വേറെ എന്നാൽ മേടിച്ചിട്ട് പെയിൻ്റ് അടിച്ച് തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിക്കതായാലും മതി. വണ്ടി എടുത്തിപ്പോൾ 1 മാസം ആവാറായി.